ഹായ്! എല്ലാവർക്കും പച്ചവെള്ളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയങ്ക ഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവുന്ന കുറച്ച് PYQs ആണ്. ഓൾറെഡി കേട്ടറ്റ് പരീക്ഷകൾക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവസാനം ഒരു റിവിഷൻ ചെയ്യുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നതിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ഇതുപോലെ കൂടുതൽ വീഡിയോസ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത് പരിഗണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത്, അതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ട് എല്ലാ കാറ്റഗറിക്കാർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നമുക്ക് നോക്കാം. കുട്ടികളിൽ നല്ല ശീലങ്ങൾ രൂപവൽക്കരിക്കാനും ദുശീലങ്ങൾ ഇല്ലാതാക്കുന്നതിനും പ്രയോഗിക്കുന്ന പ്രക്രിയ: പ്രബലനം, അനുബന്ധനം, പ്രതിപുഷ്ടി, പ്രബോധനം. ഇതില് ഈ വേർഡ്സ് മേ ബി മലയാളത്തിൽ മാത്രം പഠിച്ചില്ലെങ്കിൽ മലയാളത്തിലും കൂടി പഠിച്ച കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഇംഗ്ലീഷിൽ പഠിക്കുന്നവർക്ക് അത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടിലും പഠിക്കാന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടിലും ക്വസ്റ്റ്യൻസ് നോക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നോക്കിക്കേ, ദ പ്രോസസ് യൂസ്ഡ് ടു ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്സ് ഈസ് കോൾഡ് റീഇൻഫോഴ്സ്മെന്റ്, കണ്ടീഷനിങ്, ഫീഡ്ബാക്ക്, കൗൺസിലിംഗ്. എന്തായിരിക്കും? നമുക്കറിയാം അല്ലെ? അതായത് നമ്മുടെ കണ്ടീഷനിങ് എന്നുള്ള വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കണ്ടീഷനിങ്, അതില് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കുന്നുണ്ട്. അതായത് പാവ്ലോവ് പാവം പട്ടിയിൽ നടത്തിയ എക്സ്പെരിമെന്റ് ആണ് അല്ലെ? അപ്പൊ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് SR കണക്ഷൻ ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണ്. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തുതരം സ്റ്റിമുലസ് ആണോ അവിടേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നതാണ്. സോ നമുക്കിപ്പോ ഒരു റെസ്പോൺസ് ആവശ്യമാണെന്ന് വിചാരിക്കാം. ഇപ്പൊ കുട്ടികൾ നല്ല ശീലങ്ങള്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം ഇല്ലാതാക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക? അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ബുക്സോ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യുക. അപ്പൊ എന്താണ്, ഏത് തരം സ്റ്റിമുലസ് കൊടുക്കുന്നോ നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടും. അതിലൂടെ ദുശീലങ്ങൾ ഇല്ലാതാക്കാനും നല്ല ശീലങ്ങൾ വളർത്താനും സാധിക്കും. സോ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോ, സ്റ്റിമുലസ് റെസ്പോൺസ്, ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, വിച്ച് ഈസ് അനുബന്ധനം അല്ലെ? അതായത് കണ്ടീഷനിങ് എന്നുള്ള വേർഡ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് കണക്ട് ആയിട്ട് വരുന്നുണ്ടാവുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇതില് റീഇൻഫോഴ്സ്മെന്റ് അഥവാ പ്രബലനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട്, ഓ നല്ല കുട്ടി, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നും, അല്ലെ? ഇനി അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. ഒരു കുട്ടി മോശമായിട്ട് ക്ലാസ്സിൽ പെരുമാറി, അല്ലെ? കുട്ടിയെ സ്റ്റാഫ് റൂമിൽ കൊണ്ടിരുത്തുക, അല്ലെങ്കിൽ അടുത്ത പീരീഡുള്ള PT പീരീഡ് കളിക്കാൻ വിടാതിരിക്കുക. അങ്ങനെ അവർക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? പാവ്ലോ അനുബന്ധനം, കോഫ്ക അന്തർദൃഷ്ടി, തോണ്ടെക് ക്ഷേത്ര സിദ്ധാന്തം, സ്കിന്നർ പ്രബലന സിദ്ധാന്തം. നോക്കിക്കേ, പാവ്ലോ അനുബന്ധനം ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് അത് ശരിയാണ്. കോഫ്ക അന്തർദൃഷ്ടി അല്ലെ, അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. പാവ്ലോ കണ്ടീഷനിങ്, കോഫ്ക ഇൻസൈറ്റ് ലേണിംഗ്, തോണ്ടെക് ഫീൽഡ് തിയറി, സ്കിന്നർ റീഇൻഫോഴ്സ്മെന്റ് തിയറി. അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ രണ്ടുപേര് വന്നിരുന്നു, പാവ്ലോവും വന്നിരുന്നു, സ്കിന്നറും വന്നിരുന്നു. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെ, ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് ആണ് എന്ത്? നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? കോഫ്ക ഇൻസൈറ്റ്. അതെ, അല്ലെങ്കിൽ നമുക്ക് ജെസാൾട്ട് സൈക്കോളജി എന്ന് വേണമെങ്കിലും പറയാം. ജെസാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. ഒന്നും എന്തല്ല, പാർട്ട്, നോ പാർട്ട് ഓൺലി ഹോൾ എന്നുള്ള കോൺസെപ്റ്റില് ഊന്നി വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളാണ് ജെസാൾട്ട് എന്നുള്ളത്. അതിലെ ഇൻസൈറ്റ് തിയറി, അതായത് നമ്മളൊരു സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയ എക്സ്പെരിമെന്റ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് കോഫ്ക എന്നുള്ള വ്യക്തിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചേരാത്ത ആളാരാണ്? തോണ്ടെക് ഫീൽഡ് തിയറിയാണ്. കാരണം തോണ്ടെക് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഓക്കെ, ശ്രമ പരാജയ മെത്തേഡ് അല്ലെങ്കിൽ രീതി എന്നതാണ് തോണ്ടെക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്.
ഫീൽഡ് തിയറി എന്ന് പറയുന്നത് കേർട്ട് ലെവിൻ ആണ്. കേർട്ട് ലെവിൻ ആണ് ഫീൽഡ് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതിലെ ആൻസർ ഏതാണ്? ഇത് ബാക്കി എല്ലാം ശരിയും ഇത് തെറ്റായതുകൊണ്ട് സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. അധ്യാപകൻ ക്ലാസ് മുറിയിൽ തന്റെ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുകയും കുട്ടികൾക്ക് സന്തുഷ്ടിയും അർത്ഥബോധവും നൽകുന്ന പഠനാനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ നിയമം. സന്നദ്ധത നിയമം, അഭ്യാസ നിയമം, ഫല നിയമം, വ്യുൽക്രമ നിയമം. The law which states that a teacher finds joy in his or her work in the classroom and is motivated to design learning experiences that give happiness and meaningful understanding to children is law of readiness, law of exercise, law of effect. ഇതിൽ ഈ ആദ്യത്തെ മൂന്നും അറിയപ്പെടുന്നത് തോണ്ടേക്കിന്റെ എന്താണ് പ്രൈമറി ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈമറി ലോസ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് കുട്ടികൾ എപ്പോഴാണോ പഠനത്തിന് തയ്യാറാകുന്നത് ആ സമയത്ത് മാത്രം പഠനം ആരംഭിക്കുക എന്നതാണ് ലോ ഓഫ് റെഡിനെസ്. ഓക്കെ, അതായത് സന്നദ്ധതാ നിയമം. കുട്ടികൾ എപ്പോ സന്നദ്ധരാകുന്നു ആ സമയത്ത് തയ്യാറാവാം. ഇനി എന്താണ് ലോ ഓഫ് എക്സസൈസ്? കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെ? ശരിയല്ലേ? നമ്മൾ സാധാരണ കളിയാക്കിയെങ്കിലും പറയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ചിലപ്പോൾ വീട്ടിൽ ഫ്യൂസ് പോയാൽ കെട്ടാൻ അറിയില്ല. അത് എന്തുകൊണ്ടാണ്? അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർ ആ ഒരു തിയറി മാത്രം അല്ലെങ്കിൽ ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിവരത്തോടുകൂടി പോകുന്നത് കൊണ്ടാണ്. അത് അപ്ലൈ ചെയ്യാൻ അവർക്കൊരു അവസരം കിട്ടണം. എവിടെയാണോ അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, അത് അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ഇനി എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു ഫീഡ്ബാക്ക് വരും, അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഫ്യൂസ് കിട്ടുക അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത് അത് സക്സസ് ആകുമ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു സന്തോഷം വരും, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വരും. അതിനുശേഷം ചുറ്റുമുള്ള ആളുകൾ ഇപ്പൊ പഠിച്ചതൊക്കെ ഗുണമുണ്ടല്ലേ, ഇതൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവം കൂടി വരും. ഇതാണ് ആക്ച്വലി 3 ലോസ് പറയുന്നത്. ലോ ഓഫ് റീസൻസി പറഞ്ഞാൽ റീസെന്റ് ആയി പഠിച്ച കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളത്, അതൊരു സെക്കൻഡറി ലോയില് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഇവിടത്തെ സിറ്റുവേഷൻ നോക്കൂ. ക്ലാസ് മുറിയിൽ തന്റെ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അപ്പൊ ആനന്ദം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അവര് ചെയ്തതിൽ എന്തോ ഒരു സന്തോഷം, അതായത് അധ്യാപനം ഒരു ടീച്ചിങ് പഠിച്ച് ഒരു ടീച്ചറെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുന്നു, അതിൽ അവർക്ക് വളരെ ഒരു നിർവൃതിയൊക്കെ വരികയാണ്. ഓക്കെ, അതെന്താണ്? കുട്ടികളിലും എന്ത് വരുന്നു? നല്ല രീതിയിലുള്ള ഒരു ലേണിംഗ് സിറ്റുവേഷൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ് അവർക്കും ലഭിക്കുന്നു എങ്കിൽ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, ഫല നിയമം അഥവാ ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ക്ലിയർ? അടുത്തത് പുരോഗമനാത്മക വിദ്യാഭ്യാസത്തിന് യോജിച്ച അധ്യാപന രീതി ഏത്? എന്താണ് പ്രോഗ്രസീവ് education? Which of the following teaching strategies is more suitable in progressive education? അപ്പൊ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന് യോജിച്ചത് ഇതിൽ ഏത് എന്നാണ്. പ്രൊജക്ട് അധിഷ്ഠിത രീതി, പ്രഭാഷണ രീതി, ഡ്രില്ലും പരിശീലനവും മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, ലെക്ചർ മെത്തേഡ്, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, നൺ ഓഫ് ദി അബോവ്. പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ തന്നെ ലെക്ചർ മെത്തേഡ് അല്ല എന്നറിയാം, ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് അറിയാം. അല്ല, ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകണം. ഇതാണെങ്കിൽ ആൻസർ എ ആയിരിക്കും. നോക്കിക്കേ, പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. പ്രോജക്ട് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുടെ ഇൻവോൾവ്മെന്റും ഇല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ കുറച്ച് അവരുടെ വർക്കും അവരുടെ നോളേജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെ? അതുകൊണ്ട് തീർച്ചയായും ഇതൊരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടീച്ചിങ് സ്ട്രാറ്റജി തന്നെയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രോജക്ട് അധിഷ്ഠിത രീതി അഥവാ പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അധ്യാപിക തന്നെ ഗൗനിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മുതൽ ബെന്നി ക്ലാസ്സിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിർത്തി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ചോദക സാമാന്യവൽക്കരണം, തുടർച്ചയായുള്ള പ്രബലനം, പ്രവർത്തനാനുബന്ധത്തിലെ എക്സ്റ്റിങ്ഷൻ, ഗുണാത്മക ശിക്ഷ. Benny stops interrupting the class when the teacher stops giving attention to him. This is an example for stimulus generalization, continuous reinforcement, extinction in operant conditioning, positive punishment. Okay, അപ്പൊ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാവ്ലോ, അല്ലെ? ഇവിടെ നോക്കിക്കോളൂ. നമുക്ക് ഇപ്പൊ തുടങ്ങിയിട്ട് തന്നെ പാവ്ലോവിന്റെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവേണ്ട കുറച്ച് വ്യക്തികളാണ് പാവ്ലോ, സ്കിന്നർ, പിയാഷെ, ബ്രൂണർ,
ആൽബർട്ട് ബന്ദൂര, എറിക്സൺ, കോഹ്ലർ ആൻഡ് ഫ്രോയിഡ്. തീർച്ചയായിട്ടും ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ 8 പേരെ പറഞ്ഞു. ഇനി നമ്മൾ പേഴ്സണാലിറ്റിയിൽ പോകുമ്പോൾ വീണ്ടും അവിടെ ആളുകൾ വരുന്നുണ്ട്. അത് നമുക്ക് അപ്പോൾ പറയാം. ഈ 8 പേരിൽ നിന്നും നിങ്ങൾക്ക് മിനിമം 6 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും 100% നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഓർത്താൽ പോലും പഠിച്ചാൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടെ വീണ്ടും പാവ്ലോവ് ആണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. പാവ്ലോവുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമുക്കറിയാം. എന്താണ് നമ്മള് എന്താ പറയാ, മീറ്റ് കാണിക്കുന്നു, അപ്പം ആ നായയുടെ വായിൽ സലൈവേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ ഓർത്തു അല്ലെ. എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞു വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. എക്സ്റ്റിങ്ഷൻ, അതുപോലെ തന്നെ സ്റ്റിമുലസ്, ജനറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങള് സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് അവർക്ക് നല്ല വാക്ക് ഏതാ ചീത്ത വാക്ക് ഏതാന്നൊന്നും അറിയില്ല. അപ്പൊ ചീത്ത വാക്ക് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയും, വഴക്കൊക്കെ പറയും, പറയരുത്, ഇനി പറഞ്ഞാൽ വഴക്ക് പറയും, അല്ലെങ്കിൽ അടി കൊള്ളും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പിന്നീട് കുഞ്ഞിന് വളരെ ദേഷ്യം വന്ന് കുഞ്ഞ് ഭയങ്കര, അതായത് ആ കുഞ്ഞിന് ആ ദേഷ്യം എങ്ങനെയെങ്കിലും കാണിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുഞ്ഞ് വീണ്ടും ആ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞിനെ അറിയാം ആ വാക്ക് ചീത്ത വാക്കാണ്, അത് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അപ്പൊ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കുഞ്ഞ് ഈ ഒരു വാക്ക് തന്നെ വീണ്ടും പറയും അല്ലെ. അത് വീണ്ടും ചെയ്യുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ കുട്ടിക്ക് എന്താ തോന്നുന്നുണ്ടാവുക, ഓ ഞാൻ എന്തോ വലിയ സംഭവമാ ചെയ്യുന്നത്, അതുകൊണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവർക്ക് അതൊരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇവർക്കതൊരു അവർക്കത് എന്താ പറയാ, അവരെ ദേഷ്യം പിടിപ്പിക്കാൻ അത് ധാരാളം മതി എന്നുള്ള കാരണം കൊണ്ട് കുഞ്ഞത് റിപ്പീറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ചെയ്യുന്ന പരിപാടി എന്താ, കുഞ്ഞത് പറഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യും, ശ്രദ്ധിക്കില്ല. അങ്ങനെയാകുമ്പോൾ അത് പതിയെ പതിയെ നിർത്തിപ്പോവും. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണ്, ആദ്യം ബെന്നി ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ടും ബെന്നിയെ വഴക്ക് പറയുകയോ വേറെ എന്തെങ്കിലും പനിഷ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ബെന്നി ഉണ്ടാക്കുന്ന ആ തടസ്സങ്ങളെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പൊ ബെന്നി എന്ത് വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ടീച്ചർക്ക് എന്തായാലും ഞാൻ ചെയ്യുന്ന ശല്യങ്ങളൊക്കെ ശരിക്കും ശല്യമായിട്ട് തന്നെ തോന്നുന്നുണ്ട്, അപ്പൊ ഇത് തന്നെ വഴി എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ പതിയെ ടീച്ചർ അത് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയപ്പോ ബെന്നിക്ക് എന്താ തോന്നുന്നുണ്ടാവുക, ഓ പണ്ടത്തെ പോലെ വലിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പം പണ്ടത്തെ പോലെ വലിക്കുന്നില്ല എന്ന് പറയുന്നില്ല, അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പുറകോട്ട് വരാൻ നോക്കുകയാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് എന്തായിരിക്കുന്നു എന്ന് നോക്കിക്കേ. എന്താണ്, പ്രവർത്തനാനുബന്ധത്തിലെ എക്സ്റ്റിങ്ഷൻ അഥവാ വിലോപം എന്നുള്ള വേർഡാണ്. എന്താ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് കുറെ നേരത്തേക്ക്, അതായത് നമ്മൾ ഈ പട്ടിയുടെ എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ, പാവ്ലോവ് നായയിൽ നടത്തിയ ആ എക്സ്പെരിമെന്റ് ഇല്ലേ, അതില് ആദ്യം മീറ്റ് കാണിക്കുന്നു, സലൈവേഷൻ ഉണ്ടാവുന്നു, പിന്നീട് മീറ്റും അല്ലെങ്കിൽ ബെല്ല് മാത്രം കാണിക്കുന്നു, സലൈവേഷൻ ഉണ്ടാവുന്നില്ല, മീറ്റും ബെല്ലും കൂടി കാണിക്കുന്നു, സലൈവേഷൻ ഉണ്ടാവുന്നു, പിന്നീട് ബെല്ല് മാത്രം കാണിക്കുന്നു, സലൈവേഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഈ ബെല്ല് കാണിക്കുന്ന പരിപാടിയില്ലേ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുക. മീറ്റ് കാണിക്കാതെ ബെല്ല് മാത്രം കാണിച്ചാല് ഈ സലൈവേഷൻ ഉണ്ടാവുന്നതിന്റെ ഇല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം നായക്ക് ഇത് മനസ്സിലാവുകയാണ്, അവരെന്നെ പറ്റിക്കുക, വെറുതെ ബെല്ലടിക്കുന്ന മാത്രമേ ഉള്ളൂ. നായയുടെ വിചാരം ബെല്ലടിച്ച ഉടനെ മീറ്റ് വരുന്ന. കുറേ നേരം കഴിഞ്ഞിട്ട് നായയിൽ എന്താ മനസ്സിലാവുന്നത്, ഇവരെന്നെ പറ്റിക്കാൻ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും സലൈവേഷൻ കുറയും. ഈ ഒരു സംഭവം തന്നെയാണ് ബെന്നിയുടെ അടുത്തേക്ക് ടീച്ചർ ചെയ്യുന്നത്. സോ ഇത് ഈ പാവ്ലോവിന്റെ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്റ്റിങ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ക്ലിയർ. അടുത്തത്, നിരവധി തവണ പരിശ്രമിച്ചിട്ടും ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ പറ്റാതായ കുട്ടി പ്രശ്നത്തെ മറ്റൊരു രീതിയിൽ ദൃശ്യവൽക്കരിച്ചപ്പോൾ എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുകയുണ്ടായി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ശ്രമപരാജയ പഠന സിദ്ധാന്തം, അന്തർദൃഷ്ടി പഠനം, അനുകരണം, മനഃപാഠമാക്കൽ പഠനം. അതായത് എ സ്റ്റുഡന്റ് കനോട്ട് ഏബിൾ ടു സോൾവ് എ മാത്ത് പസിൽ ഈവൻ ആഫ്റ്റർ സെവറൽ ട്രയൽസ്, ബട്ട് സ്റ്റുഡന്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആഫ്റ്റർ വിഷ്വലൈസിംഗ് ദ പസിൽ ഡിഫറെന്റ്ലി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ഇൻസൈഡ് ലേണിംഗ്, ഇമിറ്റേഷൻ, റോട്ട് ലേണിംഗ്. നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ, ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില സിനിമകളാവട്ടെ, ചില ആഡുകളാവട്ടെ, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളാവട്ടെ, ചില പുസ്തകങ്ങളെ ചില ഭാഗങ്ങളാവട്ടെ, നമ്മൾ ഒരുപാട് തവണ വായിച്ചപ്പോഴും മനസ്സിലാവാത്ത കാര്യം വേറെ ഏതോ ഒരു സെക്കൻഡിൽ നമ്മൾ ആലോചിക്കുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ക്ലിയർ ആയി മനസ്സിലാവും അല്ലെ. ചില കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അയ്യോ ഞാൻ
ആലോചിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി കേട്ടോ എന്നൊക്കെ പറയില്ലേ, അത് ആക്ച്വലി എന്താണ് എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആ കുട്ടി കുറെ തവണ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വേറൊരു രീതിയിൽ നമ്മുടെ കുട്ടികളുടെ മുന്നിലാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവരുടെ ലെവലിലേക്ക് ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അത് അവർക്ക് മനസ്സിലാവും. അത് ഏതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? നോക്കിക്കേ, ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, പരാജയപ്പെടുക. അതായത് നമ്മൾ സുൽത്താൻ എന്നുള്ള ചിമ്പാൻസിൽ നടത്തിയത് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. ആ വടി വെച്ചിട്ട് എവിടെയാണോ അതിന്റെ ആ ഓപ്പണിംഗ് വരുന്നത്, അവിടെ അറിയാതെ തട്ടിയപ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത്. പക്ഷെ പിന്നീട് വീണ്ടും 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 ശ്രമിക്കുമ്പോൾ ഏകദേശം അറിയും അല്ലെ എവിടെയാണ് അത് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് ഉള്ളത് എന്നുള്ളത്. ഇൻസൈഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഇൻസൈഡ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സുൽത്താൻ എന്നുള്ള ചിമ്പാൻസിൽ നടത്തിയത്. അവിടെ ഒരു ട്രയൽ ആൻഡ് എറർ ആണെങ്കിൽ പോലും സുൽത്താൻ എന്നുള്ള ചിമ്പാൻസിന്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ടെന്ന് അറിയാം. അതായത് ആ ഒരു വലിയ കൂടിനകത്ത് ഏത് ഭാഗത്താണ് ഈ കമ്പ് കൊള്ളുമ്പോൾ ഇത് തുറക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ആ എന്താണ് ചിമ്പാൻസിയിൽ വരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ആ ഹോൾ ആയിട്ടുള്ള കൂടിനകത്ത് ചെയ്യുന്നതിന് പകരം ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിമ്പാൻസി പഠിക്കുന്നുണ്ട്. സോ അതെന്തായിരിക്കും? അതെ, അത് ഇത്രേ ഉള്ളൂ. ഇൻസൈറ്റ് ലേണിംഗ് ആണ്, വിച്ച് ഈസ് ഉൾക്കാഴ്ച സിദ്ധാന്തം അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തത് ഇതൊക്കെ ചോദിക്കൂട്ടോ. ലിംഗപരമായ സ്ഥിര രൂപങ്ങളെ നേരിടാൻ ഉതകുന്ന ഏറ്റവും നല്ല ക്ലാസ് റൂം സാഹചര്യം ഏത്? അതായത് നമുക്കറിയാം, ഇവിടെ നോക്കിക്കോളൂ. വിച്ച് ക്ലാസ് റൂം സിറ്റുവേഷൻ ബെസ്റ്റ് ചാലഞ്ചസ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. അതായത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് പോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ബയസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ എന്താന്ന് വെച്ചാൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് ഇതാണ്, പെൺകുട്ടികൾക്ക് ഇതാണ് എന്ന രീതിയിൽ ഒരു എന്താ പറയാ നേരത്തെ കൂട്ടി എന്താ പറയാ ഒരു ലിഖിത നിയമം എന്നൊക്കെ പറയില്ലേ, ശരിക്കും അലിഖിത നിയമമാണ്. അതായത് അവിടെ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ എന്താ പറയാ ത്രൂ ഔട്ട് ദി ഇയർ അങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ ആൺകുട്ടികൾ കരയരുത്, പെൺകുട്ടികൾ ഉറക്കെ ചിരിക്കരുത്, പെൺകുട്ടികളെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ സാധിക്കില്ല, ആൺകുട്ടികൾ ഇത് മാത്രമേ ചെയ്യാവൂ, അങ്ങനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ആക്ച്വലി ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ പോസിറ്റീവായിട്ടും വരാം, നെഗറ്റീവായിട്ടും വരാത്തോ, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു വീട്ടില് അമ്മ ഒരു നോൺ വെജ് ഉണ്ടാക്കിയാൽ ഒരു പീസേ ഉള്ളൂ. സോ അത് വീട്ടിലെ ആൺകുട്ടിക്ക് കൊടുക്കുന്നു, പെൺകുട്ടിയോട് പറയുന്നു അവൻ ആൺകുട്ടിയല്ലേ അതുകൊണ്ട് അവൻ കഴിക്കട്ടെ എന്ന ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ജെൻഡർ ബയസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചില ടീച്ചേഴ്സിനെ നമ്മള് എന്താ പറയാ പഠിക്കുന്ന കാലത്തൊക്കെ പറയും ആ ടീച്ചർക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല കേട്ടോ. തിരിച്ചും പറയാം ആ ടീച്ചർക്ക് ആൺകുട്ടികളെ ഇഷ്ടം, പെൺകുട്ടികളെ എന്ത് ചെയ്താലും വഴക്ക് പറയും, പക്ഷെ ആൺകുട്ടികളെ എന്ത് ചെയ്താലും അവരെ വഴക്ക് പറയില്ല അല്ലെ, അങ്ങനെയൊക്കെ പറയും. അതെന്താണ്? ചിലർക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ആക്ച്വലി ഈ ജെൻഡർ ബയസും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ ഉള്ളതും കൂടി ഒരു കാരണമാണ് നമ്മൾ ഈ എന്താ പറയാ ബോർഡ് എക്സാമുകളിലൊക്കെ പേരുകളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നത്. വൺ ഓഫ് ദി റീസൺ ട്ടോ, പേരുകളും കൂടി ഇല്ലാതെ ഹാൾ ടിക്കറ്റിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുന്നത്. അപ്പം നേരത്തെ അതായത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പുതുമയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രജിസ്റ്റർ നമ്പറിലേക്ക് കാര്യങ്ങൾ വരുന്നത്, പേരെന്താ എഴുതരുത് എന്ന് പറയുമ്പോൾ അന്ന് ടീച്ചർ വ്യക്തമായി പറഞ്ഞു തന്നൊരു കാര്യം എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയരുത്, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് അറിയരുത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മതവിഭാഗത്തിനോട് ഒരു പ്രത്യേക മമതയൊക്കെ ചിലപ്പോൾ മേ ബി ഉണ്ടാവാം, നമ്മളില്ല എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവാം. സോ അതൊന്നും അവിടെ ആ ആൻസർ ഷീറ്റ് നോക്കുന്നതിൽ റിഫ്ലക്ട് ചെയ്യാതിരിക്കാനാണ് എല്ലാ കുട്ടികൾക്കും നമ്പേഴ്സ് മാത്രം കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിതൊക്കെ പുതുമയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പം ഇവിടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ ചാലഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ശാസ്ത്ര ക്യൂസുകളിൽ ആൺകുട്ടികളെ മാത്രം പങ്കെടുപ്പിക്കുക, ഒരു തരം ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ. ഇനി ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു, പെൺകുട്ടികൾ സൈഡിൽ നിന്ന് ആർപ്പ് വിളിക്കുന്നു. ഇതും ഒരു സ്റ്റീരിയോ ടൈപ്പ് ആവാം, മേ ബി ജെൻഡർ ബയസ് ആയിട്ടും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പെൺകുട്ടികളോട് മാത്രം ക്ലാസ് ഡയറി എഴുതാൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഊഴമനുസരിച്ച് രാവിലത്തെ അസംബ്ലി ആൺകുട്ടികളും പെൺകുട്ടികളും നയിക്കുക എന്നതാണ് ആക്ച്വലി ഈ ഒരു സ്ഥിര രൂപത്തിൽ നിന്നും മറികടക്കാനുള്ള വഴി.
അല്ലെ? വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അഴികവൽക്കരിക്കപ്പെട്ട ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ക്ലാസ് റൂം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് ലജ്ജിക്കുന്നു. ഈ സാഹചര്യത്തിൽ അധ്യാപകർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു 5 മുതൽ 7 വരെ ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് മാത്രം ഉള്ളതുണ്ടാവും. അതില് ആ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനത്തെ ക്ലാസ് റൂം സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് ആസ് എ ടീച്ചർ നമ്മൾ പഠിച്ച ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ആ ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യാൻ. എ സ്റ്റുഡന്റ് ഫ്രം എ മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ് ഈസ് ഷൈ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ് ഡിസ്കഷൻസ്. The teacher should assign less work to the student, ask peer to exclude the student being different, actively encourage and support students' participation, leave that student alone. Embarrassment എന്തായിരിക്കും? വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവും. എന്താണ്? ആ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായത് കണ്ടെത്തുക. പഠനത്തിനായുള്ള വിലയിരുത്തലിന് ദൈനംദിന ചോദ്യങ്ങൾ ഒരു ഉദാഹരണമാണ്. പഠന വിലയിരുത്തലിന് ഒരു ഉദാഹരണമാണ് ഓരോ ടേമിന്റെയും അവസാന പരീക്ഷ. ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു കാരണവശാലും നേരെ ഓപ്ഷനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഓക്കെ ആണെന്ന് തോന്നിയ റൈറ്റ് സൈഡ് ടിക്ക് ഇടൂ, തെറ്റാണെന്ന് തോന്നിയ റൈറ്റ് സൈഡ് റോങ് ഇട്ട് തന്നെ പോവാം. ഇതിൽ രണ്ടും നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നതാണ് നമ്മൾ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഇംഗ്ലീഷ് കൂടി നോക്കാം എന്താന്നുള്ളത്. Read the following statements. Which one is true? Daily questioning is an example for എന്തിനാണ്? Assessment for learning. End of the term exam എന്ന് പറയുന്നത് എന്തിനാണ്? അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ്, അതായത് പഠനത്തിനായുള്ള വിലയിരുത്തലും അവസാനം ഒരു ടേമിന്റെ അവസാനം നടത്തുന്നത് പഠനത്തെ വിലയിരുത്തലുമാണ് എന്ന് പറയുന്നു. ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഉണ്ട്, അസസ്മെന്റ് ഫോർ ലേണിംഗ് ഉണ്ട്, പിന്നെന്താണ് അസസ്മെന്റ് ആസ് ലേണിംഗ് ഉണ്ട്. ഓക്കെ, അതായത് പഠനത്തെ വിലയിരുത്തും, പഠനത്തിനായുള്ള പിന്നെ എന്താ വിലയിരുത്തൽ തന്നെ പഠനം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓഫ് ലേണിംഗ്, നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ആ ബ്രാൻഡ് കൊള്ളാമോ? അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫിലിം കണ്ടു. ഓക്കെ, ആ ഫിലിമിന്റെ റിവ്യൂ എന്താന്ന് ചോദിച്ചാൽ അത് മുഴുവനായിട്ടും അത് കംപ്ലീറ്റ് കണ്ട ഒരാൾക്ക് മാത്രമേ അതിന്റെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലാതെ ചുമ്മാ യൂട്യൂബിൽ വരുന്ന റിവ്യൂ അല്ല ഞാൻ പറയുന്നത്. ഒരു ജെനുവിൻ റിവ്യൂ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് നടന്നതിന് ശേഷം നടത്തുന്ന അസസ്മെന്റ് ആണ്. സോ അവിടെ എന്തായിരിക്കും? പഠനം എന്നത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ പഠനം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മേ ബി അതൊരു ലെസൺ ആവാം, അല്ലെങ്കിൽ ഒരു ടേം ആവാം, അല്ലെങ്കിൽ ആ ഒരു ഫുൾ സിലബസ് ആവാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എൻഡ് ഓഫ് ദ ടേം എക്സാം എന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് ലേണിംഗിനുള്ളതാണ്. ഷുവർ ആയിട്ടും അത് ശരിയാണ്. ഓക്കെ, ഇനി അസസ്മെന്റ് ഫോർ ലേണിംഗ് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ? ഞാൻ ഉടനെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അത് ആക്ച്വലി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അതായത് പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം എന്നുള്ള പ്രോസസ്സ് അവിടെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അസസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആക്ച്വലി ഡ്യൂറിങ് ദി ലേണിംഗ് പ്രോസസ് ആണ് നടക്കുക. അതായത് ആ ലേണിംഗ് എന്നുള്ള പ്രോസസ്സിന്റെ കൂട്ടത്തിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസസ് ചെയ്യുന്നതിനെയാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദി ലേണിംഗ് പ്രോസസ് ആണ്.
ഈ അസസ്മെന്റ് ആസ് ലേണിംഗ് ഉണ്ട്. അതായത് വിലയിരുത്തൽ തന്നെ പഠനം. അതെന്താന്ന് വെച്ചാല് ഇപ്പോ വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കാണണം. ഓക്കെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആലോചിക്കണം, ഞാനിപ്പോ ഇത്ര സമയം എടുത്തിട്ട് ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ, ഈ വരാൻ പോകുന്ന കേട്ടിട്ട് പരീക്ഷയ്ക്ക് എനിക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്, ഞാൻ ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്കൊരു ഡൗട്ട് ആയിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ എനിക്കിത് പ്രോപ്പർ റിവിഷൻ ചെയ്യാൻ സാധിച്ചോ? ഇവിടെ എല്ലാം നിങ്ങൾ അസസ് ചെയ്യുന്നത് നിങ്ങളുടെ ലേണിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നത് സ്വന്തമായി വിലയിരുത്തുകയാണ്. സോ ഇതെന്താണ്, സ്വയം സെൽഫ് അസസ്മെന്റ് ആണ്. ഒരിക്കലും അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നത് സെൽഫ് അസസ്മെന്റ് അല്ല. സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്, സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റാണ്. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫായിട്ട് നമ്മളെ എന്തും അസസ് ചെയ്യാം. പക്ഷെ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് സെൽഫായിട്ട് അസസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൽ രണ്ടും ശരിയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ എന്തായിരിക്കും, എന്താണ്, 1 and 2 ആർ ട്രൂ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടും ശരിയാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ചോദ്യത്തിലേക്ക് എത്തി. പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ തിരിച്ചറിയുക. ചെയ്തുകൊണ്ട് പഠിക്കുക, ശിശു കേന്ദ്രീകൃത സമീപനം, സജീവ പങ്കാളിത്തം, മനഃപ്പാടമാക്കൽ എന്നൊക്കെ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നോക്കിക്കേ, അതായത് ഐഡന്റിഫൈ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എന്താണ് അത് ലേണിംഗ് ബൈ, അതായത് ഓഫ് എന്താ പറയുക, പ്രവർത്തന അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ് ആട്ടോ, അത് മിസ്സായിപ്പോയത്. ആക്ടിവിറ്റി ലേണിംഗ് എന്നൊക്കെ പറയാം. ഇതിൽ ഏതൊക്കെയായിരിക്കും? ലേണിംഗ് ബൈ ഡൂയിങ് കറക്റ്റ് ആണ്, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ശരിയാണ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ശരിയാണ്, ബട്ട് റോട്ട് മെമ്മറൈസേഷൻ റോങ് ആണ്. സോ ദ ആൻസർ ഈസ് 1, 2 and 3 ഓൺലി. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഴിവ് വർദ്ധിക്കുന്നതിന് അനുസൃതമായി പഠനത്തിനുള്ള പിന്തുണ ക്രമേണ പിൻവലിക്കുന്ന പ്രക്രിയയാണ് സ്കാഫോൾഡിംഗ്, അനുബന്ധനം, സാമാന്യവൽക്കരണം, സമായോജനം. അതായത് പ്രോസസ് ഓഫ് ഗ്രാജുവലി വിഡ്രോയിങ് സപ്പോർട്ട് ഫോർ ലേണിംഗ് ആസ് ദ ലേണേഴ്സ് എബിലിറ്റി ഇൻക്രീസസ് ഈസ് കോൾഡ് സ്കാഫോൾഡിംഗ്, കണ്ടീഷനിങ്, ജനറലൈസേഷൻ, അഡാപ്റ്റേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ടീച്ചറുടെ പൊസിഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ട്രഡീഷണൽ ടീച്ചറുടെ പരിപാടിയല്ല. ടീച്ചർ നിൽക്കേണ്ടത് ആസ് എ സ്കാഫോൾഡർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്? അതായത് അവർക്കൊരു സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. അവരെ എങ്ങനെ, അല്ലെങ്കിൽ അവർ പോകുന്ന ദിശ കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും തടസ്സം വേണ്ടി വന്നാൽ അവരെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ സ്പൂണിലെടുത്ത് നമ്മൾ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന പരിപാടി ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ആണ് ശരിക്കും സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിൽ അവർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അവരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അവിടെയും പോയിട്ട് നമ്മൾ ഇതല്ലാട്ടോ ഇങ്ങനെ ചിന്തിക്കൂ എന്ന് പറയണ്ട. അവരെവിടെയെങ്കിലും സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി. സോ അവർക്ക് അവിടെ ഒരു തടസ്സമില്ലാണ്ട് അവർ പോവുകയാണെങ്കിൽ നമ്മൾ പതിയെ നമ്മുടെ സപ്പോർട്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ശരിയാവില്ല. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? സ്കാഫോൾഡിംഗ് എന്നാണ്, അല്ലെങ്കിൽ കൈത്താങ്ങ് എന്നാണ് അതിന്റെ മലയാളം. എന്താണ്? കൈത്താങ്ങ്. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ അറിയാം, വൈഗോട്സ്കി. അപ്പൊ വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട് ZPD എന്നുള്ള കോൺസെപ്റ്റ് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒരേ എക്സാമിന് തന്നെ 2ഉം 3ഉം വട്ടം ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ഞാൻ വീണ്ടും വീണ്ടും ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ എടുക്കാതിരുന്നു. നമ്മൾ ZPD ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ്. അപ്പൊ കൃത്യമായിട്ട് നോക്കുക. ഇനി പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സർപ്പിള കരിക്കുലം, സ്വാംശീകരണവും സമായോജനവും, പൗരാണിക അനുബന്ധനം, ZPDയും സ്കാഫോൾഡിങ്ങും. The important concept in Piaget's theory of cognitive development are spiral curriculum, assimilation and accommodation, classical conditioning, ZPD and scaffolding. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. എന്താണ്? അതെ, അതായത് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. എന്താണ്? നമ്മുടെ സ്വാംശീകരണവും സമായോജനവും. അതായത് നമുക്ക് ഓൾറെഡി എല്ലാത്തിനും ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ, ഒരു ബ്രെയിനിലുള്ള ബേസിക് സ്ട്രക്ചർ ആണ് സ്കീമ എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു പുതിയ കാര്യത്തെ കുറിച്ച് പുതിയ സ്കീമ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അതങ്ങനെ അവിടെ ഓൾറെഡി ഒരു സ്കീമ ഉണ്ടാവും. അങ്ങനെയുള്ള പഴയ സ്കീമ വെച്ച് നമ്മളൊരു പുതിയ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്കീമ യൂസ് ചെയ്ത് ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നതാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്.
പക്ഷെ പുതിയൊരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ സ്വാംശീകരണം അല്ലെങ്കിൽ ആ ഓൾറെഡി ഉള്ള സ്കീമയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ ആഡ് ഓൺ ചെയ്ത് അതിനവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്നതിനെയാണ് സമായോജനം അഥവാ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് പൂച്ച എന്ന് പറയുമ്പോൾ, വളരെ ചെറിയൊരു കുട്ടിക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ 4 കാലും വളരെ നീളത്തിലൊരു വാലും കൂർത്ത ചെവികളും കണ്ണൊക്കെ തിളങ്ങുന്ന കണ്ണുകളും ഉള്ള ഒരു ജീവിയാണ്. ഓക്കെ, അപ്പൊ ആ കുഞ്ഞിന്റെ ബ്രെയിനിലുള്ള ഒരു സ്കീമ എന്ന് പറയുന്നത് ഈ രൂപമായിരിക്കും. അതേ കുഞ്ഞ് LKG പോകുമ്പോ ടീച്ചർ പറഞ്ഞു കൊടുക്കാണ് സി ഫോർ കാറ്റ് എന്ന് പറഞ്ഞ പൂച്ചയുടെ രൂപം കാണിച്ചു കൊടുക്കണം. കുഞ്ഞ് ആലോചിക്കണം, ഓ അപ്പൊ ഈ സി ഫോർ കാറ്റ് എന്ന് പറയുന്നത് എന്റെ മനസ്സിലുള്ള ഈ പൂച്ചയാണ് അല്ലെ, പൂച്ചയാണ് കാറ്റ് എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്രയും നാളാ പൂച്ച പൂച്ച എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് ഈ കാറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ചേർത്തുന്നില്ലേ, ആ ഒരു പ്രോസസ്സിൽ അതിന് അവിടെ പെർമനന്റ് ആയിട്ട് കാറ്റ് ചേർത്ത് വെക്കുന്ന പ്രോസസ്സാണ് അക്കോമഡേഷൻ എന്നത്. അല്ലെങ്കിൽ പൂച്ച എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് അസിമിലേഷൻ എന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്താൽ അത് സ്വാംശീകരണവും, അതിലൊരു ഭാഗം മാറ്റി അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ആഡ് ഓൺ ചെയ്ത് അവിടെ അതിന് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റം വരുത്തുകയാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, പൂച്ച എന്നതിൽ കാറ്റും കൂടി ആഡ് ഓൺ ചെയ്തു. അത് ലൈഫ് ലോങ് ഇനി കാറ്റും പൂച്ചയും ഒന്നാണ്. അങ്ങനെ ആ ലൈഫ് ലോങ് ആയിട്ട് അവിടെ സ്കീമയ്ക്ക് മാറ്റം വന്നതിനെയാണ് സമായോജനം എന്ന് പറയുന്നത്. സർപ്പിള കരിക്കുലം, സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് ബ്രൂണറുമായി റിലേറ്റ് ചെയ്താണ്. ഷുവർ ആയിട്ടും ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പൈറൽ കരിക്കുലം ഈ റീസെന്റ് ആയിട്ട് ഒരുപാട് വട്ടം കേട്ടിട്ടും LP-UP ഒക്കെ ചോദിക്കുന്നുണ്ട്. ചാക്രിക രീതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സർപ്പിള കരിക്കുലം എന്ന് പറയാം, എന്തും ചോദിക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ZBDയും സ്കാഫോൾഡിങ്ങും നമ്മൾ പറഞ്ഞതാണ്. ക്ലാസ് വർക്കുകൾ കൃത്യസമയത്ത് ചെയ്തു തീർത്ത കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകുന്ന അധ്യാപകൻ നിർത്തലാക്കി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗുണാത്മക പ്രബലനം, ഋണാത്മക പ്രബലനം, ശിക്ഷ, എക്സ്റ്റിങ്ഷൻ. ഇംഗ്ലീഷിലൂടെ നോക്കാം. The teacher stopped giving extra homework to students who completed their classwork on time. This is an example of positive reinforcement, negative reinforcement, punishment, extinction. അതായത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. നമ്മളൊരു കുട്ടി നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അല്ലെ. പക്ഷെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിക്കാൻ പോവേണ്ട, ഇത് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ കുട്ടികളോട് പറയൂ അല്ലെ, ഭക്ഷണം മുഴുവൻ കഴിച്ചില്ലെങ്കിൽ കളിക്കാൻ വിടില്ല, TV കാണാൻ സമ്മതിക്കില്ല. ഇവിടെ നമ്മളെ കുട്ടിക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല, പക്ഷെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അതായത് ആ കുട്ടിക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ കുട്ടിയുടെ അടുത്തേക്ക് അപ്ലൈ ചെയ്യണം. വൺസ് ആ കുട്ടി ഭക്ഷണം ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ പോയിക്കോളൂ, TV കണ്ടോളൂ, അല്ലെങ്കിൽ കളിക്കാൻ പോയിക്കോളൂ പറയാം. അങ്ങനെ അൺപ്ലസന്റ് സിറ്റുവേഷൻ വിഡ്രോ ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ പനിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നു, വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കുന്നതിനെയാണ് പനിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഹോംവർക്ക് കൃത്യമായി ചെയ്യുന്ന കുട്ടിക്ക് വീട്ടിൽ ഒരുപാട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ് വർക്ക് കൃത്യമായി ചെയ്യുന്ന കുട്ടിക്ക് വീട്ടിലേക്ക് ഹോംവർക്ക് കൊടുത്തു വിടുന്നില്ല എന്നത് എന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, അഥവാ ഋണാത്മക പ്രബലനമാണ്. ഗുണാത്മകം എന്ന് പറയും, ധനാത്മക പ്രബലനം എന്നും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിനെ പറയാറുണ്ട്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു പഠനത്തിനായുള്ള വിലയിരുത്തൽ. പ്രതിവാര ക്വിസുകൾ, വാർഷിക പരീക്ഷ, ഗ്രേഡിംഗ് റിപ്പോർട്ടിംഗ് കാർഡ്, പ്രീ ബോർഡ് പരീക്ഷ. Which of the following is an example for assessment for learning? ഏതായിരിക്കും? വീക്ക്ലി ക്വിസസ്, ആനുവൽ എക്സാമിനേഷൻ, ഗ്രേഡിംഗ് റിപ്പോർട്ട് കാർഡ്, പ്രീ ബോർഡ് എക്സാമിനേഷൻ. ഇതെല്ലാം എന്താണ്, ആഫ്റ്റർ ഒരു വലിയ ഇത് കഴിഞ്ഞിട്ടാണ്. ഇവിടെ നമുക്ക് വീണ്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു അസസ്മെന്റ് ഫോർ ലേണിംഗിൽ ഞാൻ ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അതുപോലെ വീക്ക്ലി ക്വിസസ് നടത്തുമ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ടീച്ചർക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് പ്രതിവാര ക്വിസുകൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ. 4ഉം ഇമ്പോർട്ടന്റ് ആണ്. 100% ഉറപ്പാണ് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ഓടാനും തുള്ളിക്കളിക്കാനും, ഗണിത പ്രശ്നങ്ങൾ ചെയ്യുന്നതിന്, ഒഴുക്കോടെ വായിക്കുന്നതിന്, വാക്കുകൾ തിരിച്ചറിയുന്നതിന്, സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കുന്നതിന്. ഇതിൽ ഏതാണ് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടായി വരുന്നത് എന്നാണ് ഡിസ്ലെക്സിയാണ്. Which of the following is difficulties is most likely to be found in a child with dyslexia?
running and jumping, solving mathematical problems, reading fluently and recognizing word, understanding spoken language. എന്താണ് റീഡ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ആണ് ഡിസ്ലെക്സിയ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ളത്. ഗ്രാഫിയ ഗ്രാഫ് വരയ്ക്കുകയാണ്. സോ ഗ്രാഫിയ എഴുതാനുള്ള ബുദ്ധിമുട്ടെന്ന് കണക്ട് ചെയ്യാം. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടാണ്, അതായത് അരിത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ സ്കിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, ഇതെല്ലാം ഓർത്തു വെക്കുക. ക്ലിയർ? അങ്ങനെ നമ്മൾ 15 ചോദ്യങ്ങൾ ചെയ്തു, മലയാളത്തിലും ഇംഗ്ലീഷിലും ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമാണെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്